അങ്ങനെ ഞാൻ ചേച്ചിയും കൂടെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് പുതിയതായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ പാൽക്കപ്പ ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ തന്നെ അമ്മമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കപ്പ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പുതിയതായിട്ടൊരു പിയേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കപ്പ കുറച്ച് വേവ് കുറവായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചേച്ചി കുറേ കുത്തി ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ തേങ്ങാപ്പാലിൽ ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണ്. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വേവിച്ച് ചേച്ചി ഉടച്ചെടുക്കുകയാണ്. അതൊരു തിക്ക് ക്രീം പോലെയാണ് ആകേണ്ടത്. എന്നിട്ട് അതിലേക്കുള്ള നമ്മൾ ഉള്ളി ഒക്കെ കടുക് വറുക്കുകയാണ് കേട്ടോ. ഉള്ളി ഇട്ടു, അതുപോലെ തന്നെ വലിയ മുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ടൊന്ന് നമ്മളെ പാൽക്കപ്പയ്ക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കേണ്ട ഞാനും ചേച്ചിയും കൂടെ ബീഫ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫും കൂടെ ഉണ്ടാക്കാനുള്ള നേരം നമുക്കില്ല, പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനോട്ട് അറിയത്തുമില്ല. ഫൈനലി നമ്മളുടെ പാൽക്കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര ഫാനായി. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്.